എല്ലാം നടത്തിയ മനുഷ്യൻ അമ്പെ പരാജയപ്പെട്ട് തോൽവി സമ്മതിച്ച് നിൽക്കുന്നൊരു നേരം ചോദ്യം, ആർക്ക് രക്ഷിപ്പാൻ കഴിയും? ഈ ചോദ്യത്തിന്റെ നടുവിൽ സ്വർഗം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരൊറ്റ രക്തം പോലുമില്ല. ദാവീദ് പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നത് പാപിയായിട്ടാണ്. ആദാമിന്റെ രക്തം മുഴുവനും പാപത്തിന്റെ കറ കലർന്നിരിക്കുന്നു. ആർക്ക് രക്ഷിപ്പാൻ കഴിയും? പാപത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ ന്യായപ്രമാണ പുസ്തകം പറയുന്നു, പാപത്തിന്റെ ശമ്പളം അത് മരണമാണ്. പാപത്തെ അത് ശമ്പളം മരണമെന്ന് എഴുതി വച്ചിരിക്കെ ഒരു നീതിമാന്റെ രക്തം ഇവിടെ കാണാനില്ല. അമ്പെ പരാജയപ്പെട്ട മനുഷ്യൻ ആവശ്യം ഒരു തത്വചിന്തകനായിരുന്നില്ല. അമ്പെ പരാജയപ്പെട്ട മനുഷ്യൻ ആവശ്യം അവൻ ഇവിടെ പണമായിരുന്നില്ല. പണമായിരുന്നു ആവശ്യമെങ്കിൽ അവൻ ദൈവം ഒരു എക്കണോമിസ്റ്റിനെ അയക്കുമായിരുന്നു. ഇവിടെ ഒരു സയന്റിസ്റ്റിനെയാണ് ദൈവത്തിന് ആവശ്യമെങ്കിൽ നല്ലൊരു ശാസ്ത്രത്തിന് ദൈവത്തിന് അയക്കാമായിരുന്നു. ഇവിടെ ആവശ്യം ഒരു നീതിയായിരുന്നെങ്കിൽ ദൈവത്തിനൊരു ജഡ്ജിയെ അയക്കാമായിരുന്നു. പക്ഷേ പരാജയപ്പെട്ട മനുഷ്യനെ നോക്കി സ്വർഗത്തിന് മനസ്സിലായി, പിതാവായ ദൈവത്തിന് മനസ്സിലായി, യവന്റെ പരാജയം മാറണമെങ്കിൽ, യവന്റെ ജീവിതം മാറണമെങ്കിൽ യേശു വരണം. ഈ രാത്രി ഞാൻ പറയുന്നു, തകർച്ച മാറണമോ? നിന്റെ ജീവിതത്തിൽ യേശു വരണം. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമോ? നിന്റെ ജീവിതത്തിൽ യേശു വരണം. നിന്നെ പകുതി വഴിയിൽ നിന്നുപോയ നിന്റെ ഭാവി ശരിയാകണമോ? നിന്റെ ജീവിതത്തിൽ ഏതോ സയന്റിസ്റ്റ് അല്ല, ഏതോ എക്കണോമിസ്റ്റ് അല്ല, ഏതൊക്കെയോ ശാസ്ത്രജ്ഞന്മാരല്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ യേശു വരണം. എന്തുകൊണ്ട് യേശു വന്നു? എന്തുകൊണ്ട് സ്വർഗത്തിന്റെ മഹിമകൾ അവൻ വെടിഞ്ഞു? എന്തുകൊണ്ട് സിംഹാസനം വിട്ടിറങ്ങി? ഒരേ ഒരു കാരണമേ ഉള്ളൂ, നീ ഏവനും നശിച്ചു പോകരുത്. നീ നശിച്ചു പോകരുത്, നീ തകർന്നു പോകരുത്, നീ ഉടഞ്ഞു പോകരുത്. നിന്റെ ജീവിതം പകുതി വഴിയിൽ ആശകൾ നശിച്ച് നീ തകർന്നു വീഴരുത്. യേശു വന്നത് നിന്റെ തകർച്ചയെ മാറ്റാനാണ്. യേശു വന്നത് നിനക്കൊരു നിത്യ ജീവൻ ഉണ്ടെന്ന് പറവാൻ വേണ്ടി മാത്രമല്ല, നിന്നെ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനും കൂടെ വേണ്ടിയാണ്. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും, അതിനകത്തൊരു ജൈനനെന്നില്ല, ഒരു ബുദ്ധനെന്നില്ല, ക്രിസ്ത്യാനിയോ ഇസ്ലാമോ ഹിന്ദോ എന്നില്ല. ഏവനും ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ ഉണ്ട്.